ഷഹാനയുടെ ഫോൺ റിങ് ചെയ്യുന്നത് കേട്ട് അവൾ ഫോൺ എടുത്തു. ഉമ്മിയാ? അവൾ അനുജത്തി അസ്മിയോടായി പറഞ്ഞു. മോളെ, നിങ്ങളിപ്പോൾ എവിടെയാ? ഉമ്മി ദേ ഇപ്പ വരാം. തയ്ച്ചത് വാങ്ങാൻ നിൽക്കുകയാ. ചെക്കനും വാപ്പയും വന്നിട്ടുണ്ട്, നീ വേഗം വാ. അവർ ഗൾഫിൽ നിന്നും നാട്ടിലെ വീട്ടിൽ ഇപ്പോ എത്തിയ കാര്യം അനീഷ വിളിച്ചു പറഞ്ഞതേയുള്ളല്ലോ. അപ്പോഴേക്കും വന്നോ? 2 ദിവസം കഴിയുമ്പോൾ നിങ്ങളുടെ വിവാഹമല്ലേ? അവന് നിന്നെ ഒന്ന് കാണണ്ടേ? ഫോട്ടോയിൽ കണ്ടിട്ടുണ്ടല്ലോ. പിന്നെ നിശ്ചയത്തിൻ്റെ അന്ന് കാണാനായി വീഡിയോ കോളും ചെയ്തു. അതുപോരെ? നീ അവിടെ നിന്ന് പ്രസംഗിക്കാതെ ഇങ്ങോട്ട് വന്നേ. ദേ വരുന്നു ഉമ്മി. വാടി, നമുക്ക് പോകാം. അവൾ അനുജത്തി അസ്മിയുടെ കയ്യിൽ പിടിച്ചു വലിച്ചു. അപ്പോ തയ്ച്ചത് വാങ്ങിക്കണ്ടേ? അത് ഉപ്പ വന്ന് വാങ്ങിക്കോളും, നീ വാ. വീടിന് പുറകുവശത്തോടെ അവർ അകത്ത് കയറി. ആ വന്നോ? രാവിലെ പോയതാ രണ്ടാളും. ഇന്ന് ഉപ്പയുടെ കയ്യിൽ നിന്നും കിട്ടിക്കോളും. ഉപ്പയും കൊച്ചായും എന്തേ ഉമ്മി? അവർ അവരുടെ കൂടെയുണ്ട്. എളിമ വന്നില്ലേ? എല്ലാവരും ഉണ്ട്. നീ അങ്ങോട്ട് ചെല്ല്. ഇത്താത്താക്ക് നാണാ ഉമ്മി. പോടി. അവിടെന്ന് പതിയെ അവൾ അനുജത്തിയെ കൈ കൊണ്ട് തട്ടി. മോൾ അങ്ങോട്ട് ചെല്ല്. അവർ 2 പേരും കൂടി ഷഹാനയെ നിർബന്ധിപ്പിച്ച് തള്ളിവിട്ടു. ആ, മണവാട്ടി വന്നല്ലോ. ഇപ്പോഴത്തെ കുട്ടികൾക്ക് നാണമുണ്ടോ? കൊച്ചായുടെ കളിയാക്കൽ കണ്ട് അവൾ അവൻ്റെ നേരെ നോക്കി. കുറെ സമയമായില്ലേ ഇവർ വന്നിട്ട്? അവർക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ സംസാരിക്കട്ടെ, നമുക്കങ്ങ് മാറി നിൽക്കാം. അവളുടെ വാപ്പിയുടെ സംസാരം കേട്ട് എല്ലാവരും ഇരിപ്പിടത്തിൽ നിന്നും എഴുന്നേറ്റ് മാറി. അവർ 2 പേരും മാത്രമായി. ഷഹാന. നല്ല പേരിഷ്ടപ്പെട്ടു ആളെയും. ഷഹാന നന്നായി സംസാരിക്കുന്ന കൂട്ടത്തിലാണെന്നാണ് ഷഹാനയുടെ ഉപ്പ പറഞ്ഞത്. ഞാനീ മാതിരി സംസാരിച്ചിട്ടെന്താ? ഷഹാന മിണ്ടുന്നില്ലല്ലോ. ഇന്നാ വന്നത് അല്ലേ? അവൾ ചെറിയ ചിരിയോടെയാണ് ചോദിച്ചത്. അപ്പോൾ സംസാരിക്കും. ഞാൻ കരുതി ഇനി സംസാരിക്കാത്തതാണെന്ന് അവൻ തമാശയായി പറഞ്ഞു. ദുബായിൽ വെച്ച് ഉമ്മിച്ചിയും എൻ്റെ കൊച്ചു പെങ്ങൾ അനീഷയും കൂടി നിന്നെ കാണാൻ വന്ന് ഇഷ്ടപ്പെട്ട് എന്നെ തൻ്റെ ഫോട്ടോ കാണിച്ചപ്പോൾ മുതൽ വിചാരിക്കുന്നത് തന്നെ ഒന്ന് വിളിക്കാൻ. എന്നിട്ട് വിളിച്ചില്ലല്ലോ. ആരെങ്കിലും എനിക്ക് നമ്പർ തരണ്ടേ? ആരോട് ചോദിച്ചാലും നിക്കാഹ് കഴിയട്ടെ എന്ന്. അവരുടെ സംസാരത്തിനിടയിൽ എല്ലാവരും കൂടി വന്നു. കഴിഞ്ഞില്ലേ സംസാരം? ഇനി ഞായറാഴ്ച സംസാരിക്കാൻ ബാക്കി. വാ പോകാം. വീട്ടിൽ വന്ന് കയറിയുള്ളൂ. ആദ്യം മോളെ കാണാൻ വരണം എന്ന് അവര് ഒറ്റ നിർബന്ധം. അതാ വന്ന ഉടനെ ഇങ്ങ് പോന്ന്. ഇനിയിപ്പോ ദുബായിലേക്ക് തിരിച്ചു പോക്കി എന്ന ഷഹാനയുടെ വാപ്പിയുടെ ചോദ്യം കേട്ട് ചെക്കൻ ഷാഹിൻ. വാപ്പിച്ചി ആദ്യം പോകും. വാപ്പിച്ചി കൂടി ഇവിടെ നിന്നാൽ ബിസിനസ് ആകെ താളം തെറ്റും. ഞങ്ങൾ ഒന്നിച്ചു വരാറില്ല. ആരെങ്കിലും ഒരാൾ വേണം. എന്നാ ശരി, ഞങ്ങൾ ഇറങ്ങട്ടെ. അവർ 2 പേരും അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നു. എത്ര സമയമായി ബ്യൂട്ടി പാർലറിൽ പോയിട്ട്? ബ്യൂട്ടീഷ്യൻ ഇങ്ങോട്ട് വിളിച്ചതാ. ആ ബ്യൂട്ടീഷ്യൻ വീട്ടിൽ വരില്ലാന്ന്. വേറെ എത്ര ബ്യൂട്ടീഷ്യൻ ഉണ്ട്? ഷഹാന അവിടെ തന്നെ പോകണമെന്ന് നിർബന്ധം പിടിച്ചത് കൊണ്ടാ. നീ ഒന്ന് സമാധാനപ്പെട്, അവരിങ്ങ് വരും. ഷഹാനയുടെ ഉപ്പയുടെ വാക്ക് കേട്ടിട്ടും ഒരു സമാധാനവും ഇല്ലാതെ ഉമ്മി ഉമ്മറത്തേക്കും നോക്കിയിരുന്നു. ഓഡിറ്റോറിയത്തിൽ ആളുകൾ വരുമ്പോൾ ആരും ഇല്ലാതെ ആയാൽ എങ്ങനെയാ? നിങ്ങൾ ഓഡിറ്റോറിയത്തിലേക്ക് ചെല്ല്. അവൾ വരുമ്പോൾ ഞങ്ങൾ അങ്ങോട്ട് വന്നു കൊള്ളാം. ദേ വന്നല്ലോ. പെണ്ണിൻ്റെ കാറ് കണ്ട് ഉപ്പ ഉമ്മിയോടായി പറഞ്ഞു. എത്ര സമയമായി നോക്കിയിരിക്കുന്നു? ഒരുങ്ങണ്ടേ ഉമ്മി? ജീവിതത്തിൽ ഒരു പ്രാവശ്യമല്ലേ കല്യാണമുണ്ടാകൂ. എങ്ങനെയെങ്കിലും ഒരുങ്ങിയാൽ മതിയോ? ഓ, ഈ പെണ്ണിൻ്റെ ഒരു കാര്യം. ഒന്നും കഴിച്ചില്ലല്ലോ മോളെ നീ. ഇന്ന ഈ പാലെങ്കിലും കുടിക്ക്. ഉമ്മി അവൾക്ക് നിർബന്ധിച്ച് പാല് കൊടുത്തു. വാ ഇറങ്ങ്. അവർ വീട് പൂട്ടി പുറത്തേക്ക് ഇറങ്ങി കാറിൽ കയറി. ഓഡിറ്റോറിയത്തിൽ ആളുകൾ വന്നു തുടങ്ങിയിരിക്കുന്നു.
പള്ളിയിലെ നിക്കാഹ് കഴിഞ്ഞ് ചെക്കൻ ഷാഹിൻ്റെ കാറ് ഓഡിറ്റോറിയത്തിൻ്റെ മുമ്പിൽ വന്നു നിന്നു. അപ്പോഴേക്കും സൂഫി ഡാൻസിൻ്റെ അകമ്പടിയോടെ ഷാഹിൻ ഓഡിറ്റോറിയത്തിൻ്റെ അകത്തേക്ക് കയറി. ഓഡിറ്റോറിയത്തിൻ്റെ ഉള്ളിലെ സ്റ്റേജിൽ ഷഹാനക്കൊപ്പം ഇരിപ്പിടത്തിൽ ഇരുന്നു. ചുറ്റും ബന്ധുക്കൾ നിറഞ്ഞിരുന്നു. പെങ്ങൾ അനീഷ അവൻ്റെ കയ്യിലേക്ക് മഹർ മാല കൊടുത്തു. ഷാഹിൻ അത് ബിസ്മി ചൊല്ലി ഷഹാനയുടെ കയ്യിൽ വെച്ചു. ഷഹാനയുടെ ഉമ്മി കൊടുത്ത പാല് ഷാഹിൻ കുടിച്ചിട്ട് ബാക്കി ഷഹാനക്ക് കൊടുത്തു. ചടങ്ങുകൾ കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് യാത്ര പറയാൻ നേരം ഷഹാന ഉമ്മിയെയും ഉപ്പയെയും കെട്ടിപ്പിടിച്ച് കരഞ്ഞു. അവർ കാറിൽ കയറി വണ്ടി മറയുന്നത് വരെ എല്ലാവരും നോക്കി നിന്നു. കാറ് ഓടിക്കുന്നതിനിടെ ഡ്രൈവർ തിരിഞ്ഞു നോക്കി. എന്നെ മനസ്സിലായോ? ഞാൻ ഷാഹിൻ്റെ ഫ്രണ്ടാണ്. കരച്ചിൽ മാറിയിട്ട് വേണ്ടേ നീ പറയുന്നത് കേൾക്കാൻ?